തീത്തോസിന് എഴുതിയ ലേഖനം. തീത്തോസ് അധ്യായം 1. ദൈവത്തിന്റെ ദാസനും യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനുമായ പൗലോസ് അഭിവാദ്യങ്ങൾ നേരുന്നു. ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതിനായി ദൈവം എന്നെ വിളിച്ചു. അവരെ സത്യം ഉത്ബോധിപ്പിക്കാനും എന്നെ അയച്ചിരിക്കുന്നു. ദൈവത്തിനു വേണ്ടി എങ്ങനെ വേല ചെയ്യണമെന്ന ആ സത്യം ജനങ്ങളെ കാണിക്കുകയും ചെയ്യുന്നു. ആ വിശ്വാസവും ആ അറിവും നിത്യജീവിതത്തിനായുള്ള നമ്മുടെ പ്രത്യാശയിൽ നിന്ന് വരുന്നു. കാലത്തിന്റെ ആരംഭത്തിനു മുമ്പ് ദൈവം ആ ജീവനെ വാഗ്ദാനം ചെയ്തു. ദൈവം കള്ളം പറയുകയില്ല. തക്ക സമയത്ത് ആ ജീവനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് ദൈവം ലോകത്തെ അനുവദിച്ചു. പ്രസംഗത്തിലൂടെ ദൈവം ലോകത്തോട് സംസാരിച്ചു. പ്രസംഗിക്കേണ്ട ജോലി ദൈവം എന്നെ ഭരമേൽപ്പിച്ചു. നമ്മുടെ രക്ഷകനായ ദൈവം എന്നോട് അങ്ങനെ ചെയ്യാൻ കൽപ്പിച്ചതുകൊണ്ട് അക്കാര്യങ്ങൾ ഞാൻ പ്രസംഗിച്ചു. നമ്മുടെ വിശ്വാസത്തിലുള്ള എന്റെ യഥാർത്ഥ പുത്രനായ തീത്തോസിന് അഭിവാദനങ്ങൾ. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും രക്ഷകനായ ക്രിസ്തു യേശുവിൽ നിന്നും നിനക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. തീരാത്ത ജോലികൾ പൂർത്തീകരിക്കുവാനാണ് ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടിട്ടു പോന്നത്. കൂടാതെ എല്ലാ പട്ടണങ്ങളിലും മൂപ്പന്മാരെ നിയമിക്കേണ്ടതിനും മൂപ്പനാകുന്നവൻ കുറ്റാരോപിതനാകരുത്. അവൻ ഒരു ഭാര്യയെ ഉണ്ടാകാവൂ. അവന്റെ മക്കൾ വിശ്വാസികളുമാകണം. ക്രൂരന്മാരെന്നും അനുസരണമില്ലാത്തവരെന്നും അവരെക്കുറിച്ച് ജനങ്ങൾ കേൾക്കരുത്. ദൈവവേലകളുടെ സംരക്ഷണമാണ് മൂപ്പന്റെ ജോലി. അതുകൊണ്ട് അവൻ കുറ്റാരോപിതനാകരുത്. അവൻ അഹങ്കാരിയും സ്വാർത്ഥനും മുൻകോപിയുമാകരുത്. അവൻ കുടിച്ചു മത്തനാകരുത്. അവൻ വഴക്കുണ്ടാക്കാൻ ഇഷ്ടപ്പെടരുത്. അവൻ മനുഷ്യരെ വഞ്ചിച്ച് ധനമാർജിക്കുവാൻ ശ്രമിക്കുന്നവൻ ആകരുത്. ഒരു മൂപ്പൻ തന്റെ ഭവനത്തിലേക്ക് ജനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അവരെ സഹായിക്കുവാൻ സന്നദ്ധനായിരിക്കണം. നല്ലതെന്താണോ അതിനെ അവൻ സ്നേഹിക്കണം. അവൻ വിവേകശാലിയാകണം. അവൻ ധർമ്മിഷ്ഠനാകണം. അവൻ വിശുദ്ധനായിരിക്കണം. സ്വയം നിയന്ത്രിക്കുവാൻ കഴിവുള്ളവനായിരിക്കണം. അവൻ നാം പഠിപ്പിക്കുന്ന സത്യത്തിന്റെ വിശ്വസ്ത അനുഗാമി ആയിരിക്കണം. സത്യസന്ധമായ ഉപദേശത്താൽ ജനത്തെ സഹായിക്കുവാൻ ഒരു മൂപ്പൻ ശക്തിയുള്ളവനായിരിക്കണം. സത്യത്തിന് എതിരായി പഠിപ്പിക്കുന്നവർ തെറ്റാണ് ചെയ്യുന്നതെന്ന് തെളിയിക്കാൻ പ്രാപ്തിയുള്ളവനാകണം ഒരു മൂപ്പൻ. അനുസരിക്കാത്തവരും കാതലില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് അന്യരെ തെറ്റായ പാതയിലേക്ക് നയിക്കുന്നവരുമായ കുറ്റവാളികൾ അനേകരുണ്ട്. ജാതികൾ പരിച്ഛേദന കഴിക്കണം എന്ന് പറയുന്നവരെ പറ്റിയാണ് ഞാൻ മുഖ്യമായും സംസാരിക്കുന്നത്. ഇത്തരം അർത്ഥശൂന്യമായ ഭാഷണങ്ങളിൽ നിന്ന് അവരെ തടയുവാനും അവർക്ക് തെറ്റുപറ്റിയെന്ന് ചൂണ്ടിക്കാണിക്കുവാനും ഒരു സഭയിലെ മൂപ്പന് കഴിവുണ്ടാകണം. അവർ പഠിപ്പിക്കേണ്ടാത്ത കാര്യങ്ങൾ ഉപദേശിച്ച് കുടുംബങ്ങളെ മുഴുവനും തകർക്കുകയാണ്. ജനങ്ങളെ കബളിപ്പിക്കാനും പണമുണ്ടാക്കാനും മാത്രമാണ് അവർ അക്കാര്യങ്ങൾ ഉപദേശിക്കുന്നത്. ക്രേത്തയിലെ ജനങ്ങൾ എപ്പോഴും കള്ളം പറയുന്നവരും ദുഷ്ടമൃഗങ്ങളും ഭുജിക്കുക മാത്രം ചെയ്യുന്ന മടിയരും ആണെന്ന് അവരുടെ തന്നെ ഒരു പ്രവാചകൻ പറഞ്ഞു. ആ പ്രവാചകന്റെ വാക്കുകൾ ശരിയാണ്. അതിനാൽ ആ മനുഷ്യരോട് പറയുക, അവർക്ക് തെറ്റിപ്പോയി എന്ന്. നീ അവരോട് കർശനമായി പെരുമാറണം. അപ്പോൾ അവർ അവരുടെ വിശ്വാസത്തിൽ ബലവാന്മാരാകും. അപ്പോൾ അവർ സത്യം സ്വീകരിക്കാത്തവരുടെ കഥകൾ സ്വീകരിക്കയില്ല. നിർമ്മലർക്ക് എല്ലാം നിർമ്മലമാണ്. എന്നാൽ പാപത്തിൽ മുഴുകിയവർക്കും അവിശ്വാസികൾക്കും ഒന്നും നിർമ്മലമല്ല. യഥാർത്ഥത്തിൽ അവരുടെ ചിന്തകൾ ദുഷ്ടമായി തീരുകയും സത്യത്തെക്കുറിച്ചുള്ള അവരുടെ അന്ധകരണം നശിപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അവർക്ക് ദൈവത്തെ അറിയാമെന്ന് അവർ പറയുന്നു. എന്നാൽ അവരുടെ ദുഷ്കർമ്മങ്ങൾ ദൈവത്തെ അവർ സ്വീകരിക്കയില്ലെന്ന് കാണിക്കുന്നു. അവർ ഭയങ്കരന്മാരും അനുസരിക്കാൻ വിമുഖരും യാതൊരു നല്ല കാര്യത്തിന് കൊള്ളരുതാത്തവരുമാകുന്നു. തീത്തോസ് അധ്യായം 2. യഥാർത്ഥ ഉപദേശം പിന്തുടരുന്നതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ ജനങ്ങളോട് പറയണം. പ്രായത്തിൽ മുതിർന്ന പുരുഷന്മാരെ ആത്മനിയന്ത്രിതരും
ഗൗരവ പ്രകൃതരും വിവേകികളുമാകുവാൻ പഠിപ്പിക്കുക. അവർ വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ബലമുള്ളവരാകണം. വിശുദ്ധ ജീവിതം നയിക്കാൻ മുതിർന്ന സ്ത്രീകളെയും പഠിപ്പിക്കുക. അന്യർക്കെതിരെ സംസാരിക്കാതിരിക്കാനും അമിതമായി വീഞ്ഞു കുടിക്കാതിരിക്കാനും അവരെ പഠിപ്പിക്കുക. നല്ലതെന്താണോ അത് ആ സ്ത്രീകൾ പഠിപ്പിക്കട്ടെ. അപ്പോൾ ഭർത്താവിനെയും കുട്ടികളെയും സ്നേഹിക്കണമെന്ന് യുവതികളെ പഠിപ്പിക്കാൻ അവർക്ക് കഴിയും. വിവേകമതികളും ശുദ്ധരും വീട്ടുകാര്യം നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താവിനോട് വിധേയത്വമുള്ളവരുമാകുവാൻ യുവതികളെ അവർക്ക് പഠിപ്പിക്കാൻ കഴിയും. അപ്പോൾ ദൈവം നമുക്ക് തന്ന ഉപദേശത്തെ വിമർശിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഇതുപോലെ തന്നെ വിവേകികളാകാൻ യുവാക്കളോടും പറയുക. സർവ്വ വഴികളിലും യുവാക്കൾക്ക് മാതൃകയാകാൻ തക്കവണ്ണം നിങ്ങൾ സൽപ്രവൃത്തികൾ ചെയ്യണം. നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ സത്യസന്ധരും ഗൗരവമുള്ളവരും ആകണം. വിമർശിക്കാൻ കഴിയാത്തവണ്ണം പഠിപ്പിക്കുമ്പോൾ സത്യം പറയുക. അപ്പോൾ നിങ്ങൾക്കെതിരെ മോശമായി ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ എതിരാളി ലജ്ജിക്കും. അടിമകളായിരിക്കുന്നവരോട് ഇക്കാര്യങ്ങൾ പറയുവിൻ. എക്കാലത്തും അവരുടെ ഉടമകളെ അവർ അനുസരിക്കണം. അവരുടെ ഉടമകളെ പ്രീതിപ്പെടുത്തുവാൻ അവർ ശ്രമിക്കണം. അവർ അവരുടെ ഉടമകളോട് വാദിക്കുകയും അരുത്. അവർ അവരുടെ ഉടമകളിൽ നിന്ന് മോഷ്ടിക്കരുത്. തങ്ങൾ വിശ്വസ്തരാണെന്ന് അവർ ഉടമകളെ കാണിക്കണം. നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ ഉപദേശങ്ങൾ നല്ലതാണെന്ന് കാണിക്കുവാനായി അവർ ചെയ്യുന്ന എല്ലാറ്റിനും അടിമകൾ ഇക്കാര്യങ്ങൾ ചെയ്യണം. ദൈവകൃപ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ കൃപയ്ക്ക് ആരെയും രക്ഷിക്കാനുള്ള കഴിവുണ്ട്. ലോകം നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്ന ചീത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും ദൈവത്തിനെതിരായി ജീവിക്കാതിരിക്കാനും അവന്റെ കൃപ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവസേവനം ചെയ്തുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുവാനും സ്വയം നിയന്ത്രിതവും നീതിപരവുമായ ജീവിതം നയിക്കാനും അവന്റെ കൃപ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ മഹാദൈവവും രക്ഷകനുമായ യേശുക്രിസ്തുവിനെ കാത്തു നിൽക്കുമ്പോൾ നാം അങ്ങനെ ജീവിക്കണം. അവൻ നമ്മുടെ വലിയ പ്രത്യാശയാണ്. മഹത്വത്തോടുകൂടി അവൻ വരികയും ചെയ്യും. അവൻ നമുക്ക് സ്വയം നൽകി. എല്ലാ ദുഷ്ടതകളിൽ നിന്നും നമ്മെ മോചിതരാക്കുവാൻ അവൻ മരിച്ചു. എപ്പോഴും നല്ലത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന നമ്മെ അവന്റെ വിശുദ്ധ ജനമാക്കുവാനായി അവൻ മരിച്ചു. ഈ കാര്യങ്ങൾ ജനങ്ങളോട് പറയുവിൻ. നിനക്കതിന് പൂർണ്ണ അധികാരമുണ്ട്. അതിനാൽ ജനങ്ങളെ ശക്തിപ്പെടുത്താനും ചെയ്യേണ്ടത് എന്താണെന്ന് പറയുവാനുമായി ഈ അധികാരം ഉപയോഗിക്കുക. നീ അഗണ്യനെന്ന് കരുതുവാൻ ഒരാളെയും അനുവദിക്കരുത്. തീത്തോസ് അധ്യായം 3. ഈ കാര്യങ്ങൾ ചെയ്യുവാൻ അവർ ഓർക്കണമെന്ന് അവരോട് പറയുക. നേതാക്കന്മാർക്കും അധികാരികൾക്കും വിധേയരാകുന്നതിനും സൽപ്രവർത്തികളുടെ അനുഷ്ഠാനത്തിന് തയ്യാറാകുന്നതിനും ഒരു ദുഷ്ടതയും ഒരുവനെക്കുറിച്ചും പറയാതിരിക്കുന്നതിനും അന്യരുമായി സമാധാനത്തിൽ ജീവിക്കുന്നതിനും അന്യരോട് സൗമ്യരായിരിക്കുവാനും മറ്റുള്ളവരോട് മര്യാദയുള്ളവരായിരിക്കുവാനും എല്ലാവരോടും ഇങ്ങനെ പെരുമാറണമെന്ന് വിശ്വാസികളോട് പറയുക. പണ്ട് നമ്മളും വിഡ്ഢികളായിരുന്നു. നമ്മൾ അനുസരിക്കാത്തവരും വഞ്ചിക്കപ്പെട്ടവരും എല്ലാ തരത്തിലുമുള്ള വികാരങ്ങൾക്കും മോഹങ്ങൾക്കും അടിമകളായിരുന്നു. ദുഷ്ടത ചെയ്തും അസൂയാലുക്കളുമായി നാം ജീവിച്ചു. ജനം നമ്മെ വെറുക്കുകയും നാം പരസ്പരം വെറുക്കുകയും ചെയ്തു. എന്നാൽ അപ്പോൾ നമ്മുടെ രക്ഷകനായ ദൈവം നമ്മോട് കരുണയും സ്നേഹവും കാണിച്ചു. ദൈവസമക്ഷം നീതിയുള്ള പ്രവൃത്തി ചെയ്തതുകൊണ്ടല്ല, പ്രത്യുത അവന്റെ കരുണ കൊണ്ട് അവൻ നമ്മെ രക്ഷിച്ചു. നമ്മെ പുതിയ ജനമാക്കുന്ന കഴുകൽ കൊണ്ട് അവൻ നമ്മെ രക്ഷിച്ചു. പരിശുദ്ധാത്മാവ് വഴി നമ്മെ പുതുതാക്കി അവൻ രക്ഷിച്ചു. നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിനെ മുഴുവനായി ദൈവം നമ്മിലേക്ക് പകർന്നു തന്നു. അവന്റെ കൃപയാൽ നാം ദൈവത്തോട് നീതീകരണം പ്രാപിച്ചു. അതുകൊണ്ട് നാം പ്രതീക്ഷിക്കുന്ന നിത്യജീവനെ പ്രാപിക്കാൻ കഴിയും. ഇതാണ് നമ്മുടെ പ്രത്യാശ. ഈ ഉപദേശം സത്യമാണ്. ആളുകൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടെന്ന് തീർച്ചപ്പെടുത്തണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവത്തെ വിശ്വസിച്ചവർക്ക് നല്ലത് പ്രവർത്തിക്കുവാനായി
അവരുടെ ജീവിതം ഉപയോഗിക്കുന്നതിന് ശ്രദ്ധയുണ്ടാകും. എല്ലാവരെയും സഹായിക്കുന്ന നല്ല കാര്യങ്ങളാണ് ഇവ. ഭോഷത്വം നിറഞ്ഞ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുന്നവരിൽ നിന്നും, നിഷ്പ്രയോജനമായ കുടുംബ ചരിത്രങ്ങൾ പറയുന്നവരിൽ നിന്നും, മോശയുടെ ന്യായപ്രമാണത്തെ ചൊല്ലി പ്രശ്നങ്ങളും കലഹവും ഉണ്ടാക്കുന്നവരിൽ നിന്നും അകന്നു നിൽക്കുവിൻ. അത്തരം കാര്യങ്ങൾ വ്യർത്ഥവും ജനങ്ങൾക്ക് യാതൊരു പ്രയോജനം ചെയ്യാത്തവയുമാണ്. ഒരാൾ വാദപ്രതിവാദത്തിന് കാരണമൊരുക്കുന്നെങ്കിൽ അവന് താക്കീത് നൽകുക. പിന്നെയും അവൻ തർക്കങ്ങൾക്ക് കാരണക്കാരനാകുന്നുവെങ്കിൽ വീണ്ടും താക്കീത് നൽകുക. പിന്നെയും അത് തുടരുന്നുവെങ്കിൽ അവനുമായി ഇടപഴകരുത്. അത്തരമൊരാൾ പാപിയും ദുഷ്ടനുമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവൻ തെറ്റുകാരനാണെന്ന് അവന്റെ പാപം തെളിയിക്കുന്നു. അർത്തെമാസിനെയോ അല്ലെങ്കിൽ തിഹിക്കോസിനെയോ ഞാൻ നിന്റെ അടുത്തേക്ക് അയക്കുമ്പോൾ നിക്കോപ്പൊലീസിൽ എന്റെ അടുത്ത് വരുവാൻ കഴിയുന്നത്ര ശ്രമിക്കണം. ഈ മഞ്ഞുകാലം അവിടെ ചെലവഴിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. സേനാസ് എന്ന വക്കീലും അപ്പല്ലോസും അവിടെ നിന്നാണ് പുറപ്പെടുക. അവരുടെ യാത്രയ്ക്ക് നിനക്കാവുന്നതെല്ലാം ചെയ്യുക. ആവശ്യമുള്ളതെല്ലാം അവർക്കുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. സൽപ്രവൃത്തി ചെയ്യുന്നതിനായി അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമ്മുടെ ജനങ്ങൾ തീർച്ചയായും പഠിക്കണം. അടിയന്തിരമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനു വേണ്ടി അവർ ഇത് ചെയ്യണം. അപ്പോൾ നമ്മുടെ ജനങ്ങൾ ഉപയോഗശൂന്യമായ ജീവിതം നയിക്കയില്ല. ഇവിടെ എന്നോടൊപ്പം ഉള്ളവരെല്ലാം നിങ്ങളെ വന്ദനം ചെയ്യുന്നു. വിശ്വാസത്തിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വന്ദനം പറയുക. കൃപ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ.